നമ്മൾ ഇന്നെത്തിയിരിക്കുന്നത് പ്രകൃതിയുടെ വശ്യ സൗന്ദര്യത്തിലേക്കാണ്. മനോഹരമായ മൊട്ടക്കുന്നുകളും സ്ഫടികപ്രതലം പോലെയുള്ള ജലപ്പരപ്പുകളും നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം. എങ്ങും പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകൾ. ഇവിടെ അല്പനേരം വിശ്രമിക്കാൻ കൊതിക്കാത്തവർ ആരുണ്ട്? ഇത് കുടയത്തൂർ. തൊടുപുഴയുടെ പ്രകൃതി സൗന്ദര്യത്തിൻ്റെ പേരുകേട്ട പ്രദേശങ്ങളിൽ ഒന്നാണ് ഈ പ്രദേശം. ഈ സ്ഥലത്തിൻ്റെ സൗന്ദര്യത്തിന് തിലകക്കുറിയായി കാൽനടയായി പോകാൻ ഉപയോഗിക്കുന്ന ഒരു പാലം ഇവിടെയുണ്ട്. ഈ വൃക്ഷച്ചൂടുകളിൽ ഇരുന്ന് അല്പനേരം കൊച്ചു കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞ് മനസ്സിനെ ശാന്തമാക്കാൻ ആഗ്രഹിക്കാത്തവർ ആരുണ്ട്? പ്രകൃതിയാകുന്ന കലാകാരൻ എത്ര സുന്ദരമായാണ് ഇവിടം ഒരുക്കിയിരിക്കുന്നത് എന്ന് അത്ഭുതത്തോടെ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. നീണ്ടു നിവർന്നു കിടക്കുന്ന പുൽമേടുകൾ, പുൽമേടുകൾക്കപ്പുറം സ്ഫടികം പോലെ തോന്നിപ്പിക്കുന്ന തടാകം. ഈ തടാകം കാണുമ്പോൾ ഈ തടാകത്തിലൂടെ ഒരു കൊച്ചു വഞ്ചിയിൽ കയറി പ്രകൃതി സൗന്ദര്യത്തിൻ്റെ നിർവൃതിയിൽ അലിഞ്ഞ് കുറേ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കാത്തവർ ഉണ്ടാകുമോ? അങ്ങകലെ പശ്ചിമഘട്ട മലനിരകൾ ആകാശത്തെ ചുംബിക്കും എന്ന മട്ടിൽ തലയുയർത്തി നിൽക്കുന്നു. മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കുമായി പ്രകൃതി എത്ര മനോഹരമായാണ് ഈ പ്രപഞ്ചം ഒരുക്കിയിരിക്കുന്നത്. പ്രകൃതി ചെയ്യുന്ന ഈ സൗന്ദര്യങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിവരുമോ? ഈ പ്രകൃതിയെ മതിയാവോളം ആസ്വദിച്ച് ജീവിക്കുന്നവരല്ലേ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാന്മാർ. ലോകത്തിൻ്റെ തിരക്കിൽ നിന്ന് ഒഴിഞ്ഞ് എപ്പോഴെങ്കിലും ഇങ്ങനെ പ്രകൃതിയുടെ മടിത്തട്ടിൽ വന്ന് കിടന്ന് ഒന്ന് വിശ്രമിക്കാത്തവർ എന്തെല്ലാം നേടിയെന്ന് പറഞ്ഞാലും അത് പൂർണ്ണമാകുമോ? ഒരു മനുഷ്യൻ എന്തെല്ലാം നേടിയാലും അവൻ്റെ മനസ്സിന് ശാന്തിയില്ലെങ്കിൽ പിന്നെ എന്തു പ്രയോജനം?